കുഞ്ഞ് ആദത്തിന്റെ മൃതദേഹം തമ്മനത്തെ അമ്മ വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ ആ പരിസരം ഒന്നാകെ തേങ്ങുകയായിരുന്നു. ഇന്നലെ വരെ കളിച്ചു ചിരിച്ച് നടന്നതായിരുന്നു ആ കുഞ്ഞ്. ഇന്ന് ചേതനയറ്റ ശരീരമായി കൺമുന്നിൽ കിടക്കുമ്പോൾ ആർക്കാണത് സഹിക്കാൻ കഴിയുക? ചെറിയൊരു അശ്രദ്ധയിൽ ഇവിടെ പൊലിഞ്ഞുപോയത് ഒരു കുഞ്ഞു ജീവനാണ്. പൊതുദർശനത്തിന് ശേഷം കോട്ടയത്തുള്ള പിതാവിന്റെ വീട്ടിലേക്ക് മുഹമ്മദ് ആദത്തെ കൊണ്ടുപോയിരിക്കുകയാണ്. തന്റെ പൊന്നുമോനെ അവസാനമായി ഒരു നോക്ക് കാണാനായി പിതാവ് വിദേശത്തുനിന്നും പുറപ്പെട്ടിട്ടുണ്ട്. സംസാര വൈകല്യമുള്ള ആദത്തിന്റെ ചികിത്സയ്ക്കും പഠനത്തിനുമായി അമ്മ വീട്ടിൽ തന്നെയാണ് ഇവർ താമസിച്ചു വന്നിരുന്നത്. കഴിഞ്ഞ ദിവസം കിഴക്കമ്പലം പഴങ്ങനാട് ജംഗിൾ പാർക്കിൽ അധ്യാപകർക്കും സഹപാഠികൾക്കുമൊപ്പം എത്തിയതായിരുന്നു പ്രീ സ്കൂൾ വിദ്യാർത്ഥി കൂടിയായ മുഹമ്മദ് ആദം. കൂട്ടുകാർക്കൊപ്പം അവൻ സന്തോഷത്തോടെ പാർക്കിൽ സമയം ചിലവഴിക്കുകയും ചെയ്തു. ഇതിനിടെ ഇന്നലെ ഉച്ചയ്ക്ക് 1:15 കൂടിയാണ് ദാരുണമായ അപകടം സംഭവിക്കുന്നത്. സ്കൂളിലെ പാലാരിവട്ടത്തെയും മാമലയിലെയും കേന്ദ്രങ്ങളിൽ നിന്നുള്ള 25 കുട്ടികളായിരുന്നു അധ്യാപകർക്കൊപ്പം പാർക്കിലെത്തിയത്. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകാനായി പാർക്കിലെ ഒരു മുറിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിനിടയിൽ ഒരു കുട്ടി മുറിയിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. പ്രത്യേക ശ്രദ്ധ വേണ്ടതിനാൽ ഒരു അധ്യാപികയുടെ കയ്യിലായിരുന്നു ആ സമയം ആദമുണ്ടായിരുന്നത്. എന്നാൽ ആ കുട്ടി ഇറങ്ങി ഓടുന്നത് കണ്ടതോടെ അധ്യാപിക ആദത്തിന്റെ കൈവിട്ട ശേഷം ആ കുട്ടിയുടെ പുറകെ പോവുകയായിരുന്നു. തുടർന്ന് ആ കുട്ടിയുമായി തിരികെ എത്തിയെങ്കിലും ആദത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ വിട്ടു. പിന്നീട് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുകയും ചെയ്തു. ആദം മുറിയിൽ തന്നെ ഉണ്ടെന്ന ധാരണയിലായിരുന്നു ആ സമയം അധ്യാപകർ. തുടർന്ന് തിരിച്ചു പോകാൻ നേരം വാഹനത്തിൽ കയറുന്നതിന് മുന്നോടിയായി കുട്ടികളുടെ എണ്ണം എടുത്തപ്പോഴായിരുന്നു ആദം ഇല്ല എന്ന് മനസ്സിലാകുന്നത്. ഇതോടെ പരിഭ്രാന്തരായ അധ്യാപകർ പാർക്കിൽ മുഴുവൻ തിരയുന്നതിനിടയിലാണ് പാർക്കിന്റെ പിന്നിലായുള്ള ഒരു ചാലിലെ വെള്ളത്തിനടിയിൽ ആദത്തിന്റെ ടീഷർട്ട് കാണുന്നത്. ഉടൻ തന്നെ പാർക്കിലെ ജീവനക്കാരിൽ ഒരാൾ മുങ്ങി ആദത്തെ പുറത്തെടുത്ത് പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്തു. എന്നാൽ അപ്പോഴേക്കും സമയമേറെ പിന്നിട്ടിരുന്നു. തുടർന്ന് പഴങ്ങനാട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും 1 മണിക്കൂറോളം ഡോക്ടർമാർ ജീവൻ വീണ്ടെടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു. എന്നാൽ 3:30 കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചു. ഈ സംഭവം നടക്കുന്നതിന് മുൻപേയും കുട്ടി വെള്ളത്തിൽ വീണിരുന്നു. തുടർന്ന് അധ്യാപകർ കുട്ടിയുടെ വസ്ത്രങ്ങൾ മാറ്റിക്കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അടുത്ത അപകടവും സംഭവിക്കുന്നത്. അതേസമയം തന്നെ ഈ പാർക്ക് പ്രവർത്തിച്ചിരുന്നത് ഒരു തരത്തിലുള്ള ലൈസൻസും ഇല്ലാതെയാണ് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പഞ്ചായത്ത് അധികൃതർ പാർക്കിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുകയാണിപ്പോൾ. ഇങ്ങനെ ഒരു പാർക്ക് പ്രവർത്തിച്ചിരുന്നത് അറിയില്ല എന്നായിരുന്നു പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. 15 ഏക്കറോളം വരുന്ന പാർക്കിൽ സുരക്ഷാ മതിലുകളോ CCTV ക്യാമറകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഓപ്പൺ ജിമ്മിന് മാത്രം അനുമതിയുള്ള സ്ഥലത്താണ് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ലാതെ ഈ പാർക്ക് പ്രവർത്തിച്ചു വന്നിരുന്നത്.